പലോമ മൊന്നപ്പ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടുന്നുണ്ടോ? നമ്മുടെ ദുൽഖർ സൽമാന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ആ ഒരു സിനിമയെക്കുറിച്ച് ഓർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലോമ മൊന്നപ്പ എന്ന താരത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരും. പലോമ ദേ വീണ്ടും കേരളത്തിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ കേരളത്തിൽ വന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, പുതിയ മൂവിക്ക് വേണ്ടിയിട്ടായിരിക്കും പലോമ തീർച്ചയായിട്ടും കേരളത്തിൽ വന്നേക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡിസ്കവറി ചാനൽ പലോമ ഒരു ട്രാവൽ ഷോ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ദുൽഖറിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ നടക്കുന്നുവെന്ന്. അങ്ങനെ വരുമ്പോൾ കൂട്ടുകാരായിട്ടുള്ള പലോമയ്ക്ക് ദുൽഖറിന്റെ സിനിമയുടെ ലൊക്കേഷൻ കാണാതെ പോകാൻ പറ്റുമോ? ഉടനെ തന്നെ ദുൽഖറിന്റെ പുതിയ സിനിമയുടെ ലൊക്കേഷനിലോട്ട് പോവുകയും പലോമയുടെ ട്രാവൽ ഷോയിൽ ദുൽഖറിന്റെ ഏറ്റവും പുതിയ മൂവിയുടെ സിനിമാ ചിത്രീകരണം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡിസ്കവറി ചാനൽ മലയാളത്തിന്റെ ഒരു സിനിമാ താരമൊക്കെ വരിക എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു കാര്യമല്ലേ? പിന്നെ കുറച്ചു നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ദുൽഖർ ആൻഡ് പലോമ വീണ്ടും സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു. എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഇപ്പോൾ പറയാനും പറ്റില്ല. And now you're back, so you're the Onam heroine. Tell us about Central Jail. What's your role in that film? The role is of a middle class girl, and there is also some interesting elements to it. Hi, Kasi. Hi, Ishita. It's time to surf. எனக்கு தெரியாது. You'll have to teach me. Come here. I can teach you. The waves are good today. And I feel if you want to be happy, be with a happy person. തൊട്ടിത്തോടാൻ തോന്നി കണ്ടപ്പം തട്ടിത്തിന്നാൻ തോന്നി